UDF കൺവീനർ TP രാമകൃഷ്ണൻ വീണ്ടും പേരാമ്പ്രയിൽ മത്സരിക്കുമ്പോൾ യൂത്ത് ലീഗിന്റെ ഫയർ ബ്രാൻഡ് നേതാവ് ഫാത്തിമ തഹലിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നു. M മോഹൻ മാസ്റ്റർ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു. സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് പക്ഷേ വടകരയിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയതുപോലുള്ള ഓളം ഫാത്തിമ തഹലിയെ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. ഓളം ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവിടെ നിന്ന് വരുന്ന വാർത്തകൾ കേരളത്തിലെ മൊത്തം മണ്ഡലങ്ങളിലെയും കേരളത്തിലെ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ മാറ്റുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് പേരാമ്പ്രയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ആ ട്രെൻഡ് എന്താണ് എന്ന് അറിയാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പേരാമ്പ്രയെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ വലിയ അട്ടിമറികളിൽ ഒന്നാണോ? ട്രെൻഡ് എന്തായാലും കോർ പറയുന്നത് അങ്ങനെയല്ല. 48.64 ഉണ്ട് TPക്ക്, 41.91 ഫാത്തിമ, 9.45 NDA സ്ഥാനാർത്ഥിക്ക് എന്നുള്ളതാണ്. അതായത് 6.73 മുൻതൂക്കം TP രാമകൃഷ്ണന്. സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ ഒരു മത്സരം അന്നേ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കാരണവരെ പോലെ, നമ്മുടെ അഞ്ഞൂറാനെ പോലെയൊക്കെ പറയില്ലേ അത് ഗോഡ് ഫാദറിൽ, അതേപോലെ പേരാമ്പ്രക്കാർക്ക് അദ്ദേഹം ഒരു കാരണവരെ പോലെ ഒരു പ്രതീതിയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ. യൂത്തിനിടയിലും മികച്ച സപ്പോർട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ സാമ്പിൾ ശേഖരിക്കുന്ന ഘട്ടത്തിൽ ഈ അനൗൺസ്മെന്റ് വിവാദവും മറ്റു വിവാദങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യമല്ല ഇത്, നമ്മൾ 30-ന് മുമ്പുള്ള സാഹചര്യമാണ്. വളരെ ശക്തമായ മത്സരം നടക്കുന്നെങ്കിലും TPയോടുള്ള വിശ്വാസവും TP ഒരു കാരണവരെ പോലെ ആ മണ്ഡലം 2001 UDF തരംഗത്തിൽ പോലും LDFനെ കൈവിടാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാമ്പ്ര. സ്വാഭാവികമായിട്ടും ഒരു എഡ്ജ്, ഒരു മുൻതൂക്കം നമ്മൾ കണ്ട വോട്ടർമാരിൽ നമ്മുടെ A കാറ്റഗറിയിൽപ്പെട്ട മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് വലുതായിരുന്നു. 20 കേന്ദ്രങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കണ്ട വോട്ടർമാരുടെ എണ്ണത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ സർവേയിൽ പിന്തുണച്ചത് അല്ലെ ജയിക്കാൻ ആഗ്രഹിച്ചത് TP രാമകൃഷ്ണൻ എന്നാണ് സർവേ പറയുന്നത്. അഖിലെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാധാരണ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഇതിനു മുൻപ് നടത്തിയ 2 പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു പോയി. പക്ഷേ ഇത്തവണ കുറെ കൂടെ ഒരു യുവത്വമുള്ള സ്ഥാനാർത്ഥി ഇതിന് മത്സരരംഗത്തേക്ക് ഇറക്കുന്നു. ആ രീതിയിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ സ്ഥാനാർത്ഥി എങ്ങനെയാണ് സ്വീകരിച്ചത്? അല്ല, അതെനിക്ക് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് മാത്രം പ്രതിഫലിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും അത്. ഈ യാഥാസ്ഥിക മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ സ്ത്രീകളെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ നമുക്കത് നമ്മൾ ജാതി മതം നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സർവേയിൽ 0.5-0.6% ആൾക്കാർ തുറന്നു പറയില്ല. അപ്പോൾ ഈ ഇത്തരം വികാരങ്ങൾ പക്ഷെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇത്തരം ഘടകങ്ങളാണ് പല മണ്ഡലങ്ങളിൽ പലരുടെ വിജയം നിർണ്ണയിക്കുന്നത്. തുറന്നു പറയാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ പരസ്യമായി ഒരു സർവേ എക്സിക്യൂട്ടീവുകളോടോ പരസ്യമായി രേഖപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളാണ് ഈ മതപരമായി ഒരു സ്ത്രീ മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ LDFന് ശക്തമായ ഒരു ബേസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ 47-നും 52-നും ഇടയ്ക്കാണ് LDFന്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത്. UDFന്റെ വോട്ട് ബേസ് ഒരു 38-ന് മുകളിൽ 44 വരെയാണ്. ശക്തമായ മത്സരം 2016 നടന്നു. അപ്പോൾ അഭിലാഷ്, പക്ഷേ പേരാമ്പ്ര, കുറ്റ്യാടി, നമ്മൾ നേരത്തെ പറഞ്ഞ നാദാപുരം, ഈ മേഖലയിലൊക്കെ ഈ വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ ഒരു സ്വഭാവം വലിയ രീതിയിൽ ഇതിനു മുൻപും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുറെ കൂടി വലിയ രീതിയിൽ മാറുന്നുണ്ട്. നമുക്ക് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വടകരയാണെങ്കിലും കുറ്റ്യാടിയാണെങ്കിലും പേരാമ്പ്രയാണെങ്കിലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറഞ്ഞാൽ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജംഗ്ഷനിലും ശക്തി പ്രകടനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒരു ശക്തി പ്രകടനം LDF നടത്തി കഴിഞ്ഞാൽ അതിലും കൂടുതൽ ആളുകളെ കൂട്ടി UDF നടത്തുക. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൻ്റെ പ്രകടനം കഴിയുമ്പോൾ KK ശൈലജയുടെ പ്രചരണം വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്ത ആ ഒരു പ്രചരണവും അല്ലെങ്കിൽ UDFനോട് ലീഡ് ചെയ്യാൻ പറ്റും, UDFനെ വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായ മണ്ഡലമാണ് എന്നൊരു പ്രചരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ പറയുന്ന UDF ക്യാമ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. വളരെ ശക്തമായ മത്സരം ഫാത്തിമ തഹലിയെ കൊടുക്കുന്നുണ്ട്. 22,000-ൽ പരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ TP ജയിച്ചത്. അതുപോലെ ഒരു അന്തരീക്ഷം അല്ല ഇപ്പോൾ. 6% അല്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷം 6%-ന് 6.73% മാത്രമാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ട വോട്ടർമാരിലുള്ള പിന്തുണ കൂടുതലുള്ളത്. ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് അല്ല, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് വേറൊരു ഏകീകരണം നടക്കുമ്പോൾ സ്വാഭാവികമായി മറ്റൊരു ഏകീകരണം സംഭവിക്കാം. അങ്ങനെ നമ്മൾ ജനസംഖ്യാനുപാതം നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം ഒരു മണ്ഡലമല്ല, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു മണ്ഡലമല്ല പേരാമ്പ്ര. ഏകദേശം തുല്യമായ ജനസംഖ്യാനുപാതമുള്ള മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ന്യൂനപക്ഷ ഏകീകരണം ഇപ്പുറത്ത് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായും അപ്പുറത്ത് ഭൂരിപക്ഷ ഏകീകരണത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ശരി.